മാനന്തവാടി സർക്കാർ മെഡിക്കൽ കോളേജിൽ ഗുരുതര വീഴ്ച. പ്രസവിച്ച യുവതിയുടെ വയറിൽ നിന്ന് 2.5 മാസത്തിന് ശേഷം ലഭിച്ചത് തുണിക്കഷ്ണം. സംഭവത്തിൽ ഡോക്ടർക്കെതിരെ പരാതിയുമായി യുവതി രംഗത്തെത്തി. 20-ാം തീയതി പ്രസവിച്ചാണ്. എന്നിട്ട് 75 ദിവസം വരെ ഈ വയറ്റിൽ ഈ തുണി ചുരുണ്ട് ഇങ്ങനെ കിടക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് നമ്മൾ 2 പ്രാവശ്യം നമ്മൾ ഡോക്ടറെ കാണാൻ പോയി. ഡോക്ടർ പറഞ്ഞു കുഴപ്പമില്ല, വെള്ളം കുടിച്ചാൽ മതി. എന്നിട്ട് വെള്ളം കുടിച്ചാൽ മതി, പിന്നെ കുറേ മരുന്നൊക്കെ തന്ന് എന്നിട്ട് അങ്ങ് നമ്മളെ വിട്ട് ചെയ്ത്. പിന്നെ ഭയങ്കര വയറുവേദന, സ്മെല്ല് എല്ലാം വന്നായിരുന്നു. എന്നിട്ടും ഡോക്ടറോട് പറഞ്ഞു വെള്ളം കുടിക്കാതെ കൊണ്ട് സ്മെല്ല് വന്നെന്ന് പറഞ്ഞു. എം കമൽ വിവരങ്ങളുമായി നമുക്കിപ്പം ചേരുന്നുണ്ട്. കമൽ, എന്താണ് പരാതി? ആര്യ, അതായത് കഴിഞ്ഞ ഒക്ടോബർ 20-നാണ് മാനന്തവാടി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഗൈനക്കോളജി വിഭാഗത്തിൽ മാനന്തവാടി പാണ്ടിക്കടവ് സ്വദേശിയായ 21-കാരി പ്രസവിച്ചത്. സുഖപ്രസവമായിരുന്നു. അതിനുശേഷം യുവതിക്ക് 23-ന് തന്നെ ഡിസ്ചാർജ് ചെയ്യുകയും ചെയ്തു. പക്ഷെ അതിനുശേഷം അസഹ്യമായ വേദനയും ദുർഗന്ധവും ഒക്കെ കാരണം ആശുപത്രി 2 തവണ ഡോക്ടറെ കണ്ടു. പക്ഷേ സ്കാൻ ചെയ്യുകയോ മറ്റു പരിശോധനകളൊന്നും നടത്തിയില്ല. ഉള്ളു പരിശോധിച്ച ശേഷം കുഴപ്പമില്ല എന്ന മറുപടിയാണ് യുവതിക്ക് ഡോക്ടറിൽ നിന്ന് ലഭിച്ചത്. കൂടുതൽ വെള്ളം കുടിക്കാനൊക്കെ പറയുകയും മരുന്ന് നൽകുകയും ചെയ്തു. പിന്നീട് യുവതിയുടെ ശരീരത്തിൽ നിന്ന് ഈ തുണിക്കഷ്ണം അടുത്ത ദിവസം പുറത്തു വരികയായിരുന്നു. 2.5 മാസത്തോളം ഗുരുതരമായ വേദനയും മറ്റ് പ്രശ്നങ്ങളും അനുഭവിച്ചു. ഇക്കാര്യത്തിൽ ഈ ഗൈനക്കോളജി വിഭാഗത്തിലെ ഡോക്ടർക്കെതിരെ നടപടി വേണമെന്നാവശ്യപ്പെട്ടാണ് യുവതി മന്ത്രിക്കും DMOക്കും അടക്കം പരാതി നൽകിയത്. എന്തായാലും സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കാൻ നിർദ്ദേശം നൽകിയതായി മന്ത്രി OR കേളുവിന്റെ ഓഫീസ് അറിയിച്ചു.